കർത്താവിനോടുകൂടെ. ഇത് ഇതൊരു വചനമാണ്. ഇത് ആരാ പറഞ്ഞ വചനം അറിയാലോ അല്ലെ? ഇത് എന്നാ അതായത് സ്വർഗത്തിൽ നിന്നുള്ള സന്ദേശമാണ്. ഗബ്രിയേൽ മാലാഖ വന്നിട്ട് പറഞ്ഞ കാര്യമാണ്. നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെയാണ്. ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞതാണ്. ഗബ്രിയേൽ മാലാഖ കൈ നീട്ട് പറഞ്ഞ സാധനമല്ല. ഗബ്രിയേൽ മാലാഖ കൈ നീട്ട് പറഞ്ഞതല്ലോ. അവിടെ ദൈവത്തിന്റെ മെസ്സഞ്ചർ ആണ് ഗബ്രിയേൽ മാലാഖ. ഗബ്രിയേൽ മാലാഖ ദൈവത്തിന്റെ മെസ്സഞ്ചർ, ദൈവത്തിന് പറയാനുള്ള കാര്യം വന്ന് പറയുവാണ്. കൃപ നിറഞ്ഞവളെ സ്വസ്തി. കൃപ പകുതിയുള്ളവളെ സ്വസ്തി എന്നല്ല, കൃപ ഉണ്ടാകേണ്ടവളെ സ്വസ്തി എന്നല്ല, കൃപ നിറഞ്ഞവളെ സ്വസ്തി. അതായത് കൃപ നിറഞ്ഞിരിക്കുവാണ്. നമ്മളിങ്ങനെ കൃപയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. പരിശുദ്ധമേര് കൃപ നിറഞ്ഞിരിക്കുവാണ്. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു. എലിസബത്ത് പറഞ്ഞു, സ്ത്രീകൾ നീ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. എലിസബത്ത് പറഞ്ഞു, സ്ത്രീകൾ നീ അനുഗ്രഹീതയാണ്, ഉദരഫലം. ഈ രണ്ട് വചനവും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ആ ഒരു കാര്യം, ഈ വചനത്തിന്റെ ഒരു ശക്തിയുണ്ട്. ബാക്കി സഭ പറയാണ്, പരിശുദ്ധ മറിയം ബ്രാൻഡ് സഭ ആഡ് ചെയ്തതാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭയോടും ഈ പറഞ്ഞ സഭയോട് ചേർന്നിട്ടാണ് നമ്മൾ ഇത് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ ചേർത്ത് പ്രാർത്ഥിക്കുമ്പോഴേ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഒരു ദിവസം ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത് വചനമല്ലേ, അപ്പം വേറെ ഒരുപാട് വചനങ്ങൾ ലോകത്തുണ്ടല്ലോ, അപ്പൊ നമുക്ക് വേറെ വചനങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ പോരെ എന്ന് ചിന്തിച്ചു. അപ്പോഴേക്കും കിട്ടിയ ഒരു ബോധ്യമാണ്, ഈ വചനത്തിന്റെ പ്രത്യേകതയുണ്ട്. ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വചനം രക്ഷയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന വചനമാണ്. രക്ഷയെ ഭൂമിയിലേക്ക് ഈശോനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന വചനമാണ് ഈ വചനം. ഇത് പറഞ്ഞപ്പോഴാണ് കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളെ അനുഗ്രഹീ, കൃപ നിറഞ്ഞ സ്വസ്തി, കർത്താവ് ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധമ്മയിലേക്ക് ആവസിക്കുന്നത്. അപ്പൊ രക്ഷയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന വചനമാണ് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നുള്ള വചനം. അപ്പൊ ഈ വചനം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പം നമ്മുടെ ഉള്ളില് ക്രിസ്തു ജനിക്കും. അപ്പം ആ ഒരു ബോധ്യത്തോടെ നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ചൊല്ലുമ്പോൾ നമുക്ക് ചൊല്ലാൻ പറ്റണം. ആ ഒരു ബോധ്യത്തോടെ. ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ചുമ്മാ അങ്ങ് ചൊല്ലുവല്ലേ വേണ്ടേ. ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് ദൈവം പറഞ്ഞ വചനമാണ്. കൃപ നിറഞ്ഞവളോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതായത് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് ചൊല്ലുമ്പോൾ ഈ പരിശുദ്ധമ്മ വന്നിട്ട് ഇങ്ങനെ ഇപ്പൊ ഞാനാണ് ചൊല്ലുന്നെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് ഞാൻ ചൊല്ലുമ്പോൾ ഇന്നൊന്ന് പറയും, പരിശുദ്ധമ്മ എന്ന് പറയും ആശിഷയ സ്വസ്തി എന്നൊരു കാര്യം ഇങ്ങോട്ടൊന്ന് പറയും. പരിശുദ്ധമ്മ വന്ന് നമ്മുടെ പറയുന്നുണ്ടെന്നാ പറയുന്നത്. ആശിഷയ സ്വസ്തി എന്ന് പരിശുദ്ധമ്മ വന്ന്, അൽക്കാ സ്വസ്തി എന്ന് പരിശുദ്ധമ്മ വന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ഇങ്ങനെ ഉള്ളിൽ കണ്ടു വേണം നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥിക്കാൻ വേണ്ടി. ഒരു ദിവസം ഞാൻ നന്മ നിറഞ്ഞ പറയുമ്പോൾ ഓരോ നമുക്കറിയാം, അത് ഓരോ പുഷ്പങ്ങൾ, റോസസ് ആണല്ലോ ഓരോ നന്മ നിറഞ്ഞ മറിയമേ. സോ ഒരു 10 നന്മ നിറഞ്ഞ മറിയമേ പറഞ്ഞു കഴിയുമ്പോൾ ഇതൊരു ഗാർലൻഡ് ആവുക, അല്ലെങ്കിൽ ഒരു ബൊക്കെ ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ കാവൽമാലാഹ അവിടെ നമ്മൾ കൊന്ത ചെല്ലുന്ന സമയത്ത്, നമ്മളിവിടെ നമ്മുടെ റൂമിലായിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന ടൈമിലായിക്കോട്ടെ, നമ്മളിരുന്ന് കൊന്ത ചെല്ലുമ്പോൾ നമ്മുടെ കാവൽമാലാഹാസ് ഇവിടെ സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോൾ ഈ റോസസ് കൊണ്ട് ഓരോ ഗാർലൻഡ്സ് ഉണ്ടാക്കുക. ഇത് മനസ്സിൽ കൊണ്ടുവരാമെങ്കിൽ ഒരിക്കലും ഡിസ്ട്രാക്ഷൻ വരത്തില്ല നമുക്കിത്. അപ്പൊ അമ്മയ്ക്ക് ഇത്രയും ബൊക്കെയാണ് നമ്മൾ കൊടുക്കുക. സോ അതൊന്ന് ഇമാജിൻ ചെയ്തേ, മാതാവിന് അത് ആക്ച്വലി നടക്കുന്നുണ്ട് കേട്ടോ. മാതാവ് ഒത്തിരി ഹാപ്പിയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ. മാതാവ് അത്രയും സ്വീറ്റ് സ്മെല്ലിംഗ് ആയിട്ടുള്ള റോസസ് കിട്ടുമ്പോൾ മാതാവ് ഒത്തിരി ഹാപ്പിയാണ്. നമ്മുടെ കാവൽമാലയാണ് അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. സോ ഇത് മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം എനിക്ക് മനസ്സിൽ കിട്ടിയപ്പോൾ പിന്നെ മുട്ടുകുത്തി കൊന്ത ചെല്ലുമ്പോഴും നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആകാനുള്ള ഒരു ചാൻസസും ഇല്ല. പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഉള്ളവർക്ക് ഇതൊന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ കുരിശ് വരയ്ക്കുന്ന സമയത്ത്, ഈ ജപമാല ചൊല്ലുന്ന സമയത്ത് ഇങ്ങനെ മുട്ടുകുത്തി ചൊല്ലുമ്പോൾ ചൊല്ലണം എന്ന് എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ മുട്ടുകുത്തി കുറെ നേരം ഇരിക്കുമ്പോൾ നമുക്കും വയ്യാതാവും, ഇരിക്കാനൊക്കെ തോന്നും. പക്ഷെ എനിക്ക് എന്താ പറയാ, ഈ നമ്മളെ ജപമാല ചൊല്ലുന്ന സമയത്ത് മാതാവ് നമ്മുടെ അടുത്തിരുന്ന് മുട്ടുകുത്തി ചൊല്ലുന്ന പോലെ ഒരു ഇമേജ് എന്റെ മൈൻഡിൽ വരും. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, അതായത് എന്താ ഇങ്ങനെ മാതാവ് മുട്ടുകുത്തി ചൊല്ലുക, മാതാവ് എനിക്ക് വേണ്ടിയാ മുട്ടുകുത്തുന്നത്, അപ്പൊ മാതാവിന്റെ കൂടെ ഞാൻ മാതാവിനെ സപ്പോർട്ട് ചെയ്ത് ഞാനും മുട്ടുകുത്തിക്കണം എന്ന് പറഞ്ഞ് ഞാൻ മുട്ടുകുത്തി അവിടെ ഇരിക്കുമ്പോൾ, മീൻസ് ഇപ്പം പറയുകയാണെങ്കിൽ ഞാൻ നമ്മുടെ കർത്താവിന്റെ മാലാഖ കഴിഞ്ഞ് പിന്നെ അളവില്ലാത്ത തുടങ്ങിയ രഹസ്യം തുടങ്ങുന്ന സമയത്ത് മുട്ടുകുത്തിയേക്കും. മീൻസ് ആ ഒരു എനിക്ക് പെയിന് ഉണ്ടാവാറേ ഇല്ല. ഞാൻ പിന്നെ എനിക്ക് നമ്മള് പള്ളിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ജപമാല സമർപ്പിക്കുകയാണെങ്കിൽ മുട്ടുകുത്തി എത്ര വേണമെങ്കിലും ഞാൻ നിൽക്കും. പിന്നെ അതിന് ആ പെയിൻ ഞാൻ അറിയുന്നില്ല. മാതാവിന്റെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം മീൻസ് മാതാവിന് എന്താ പറയാ, നമുക്ക് അതിനൊരു പെയിൻ ഉണ്ടാവില്ല. നമ്മൾ ആ പെയിൻ അറിയുന്നില്ല. ആ പെയിൻ നമ്മുടെ ഹാപ്പിനെസ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നമുക്ക് അതിലൊരു ബുദ്ധിമുട്ട്, നമ്മൾ
അതിനെ കംപ്ലൈന്റ് ചെയ്യാൻ നിൽക്കില്ല. ഒരിക്കലും എനിക്ക് എന്തായിരുന്നു, ഞാൻ അത്ര നിന്നിട്ട് എനിക്ക് ഭയങ്കര വേദനിച്ചു, അങ്ങനെ പറയാൻ ഒരു കംപ്ലൈന്റ് അവിടെ വരുന്നില്ല. എന്റെ മാതാവിന് വേണ്ടി അല്ലെങ്കിൽ എന്റെ ഈശോയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന്. അപ്പം അത് പിന്നെ പറയാണെങ്കിൽ ഞാൻ മാതാവിനോടും ഇങ്ങനെ എന്തെങ്കിലും എന്റെ സാധനങ്ങളൊക്കെ കാണാതെ പോയാൽ മാതാവിനോട് അപേക്ഷിക്കുമ്പോൾ അപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടും. അപ്പം എന്തായിരുന്നു ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ എത്രയും ദയുള്ള മാതാവാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ പോയാൽ പ്രാർത്ഥിക്കുന്നത്. അപ്പം അതായത് ഇപ്പൊ ഇപ്പൊ ഈ പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്തായാലും ഞാൻ ഇങ്ങനെ വിചാരിക്കും, അന്ന് അങ്ങനെ എന്റെ ഭൗതികമായ സാധനങ്ങൾ കാണാതെ പോയപ്പം എനിക്കിത് കണ്ടെത്തി തന്ന മാതാവ് എന്റെ ഉള്ളിലെ ഈശോ അല്ലെങ്കിൽ ഞാൻ എന്തായിരുന്നു എന്റെ ചില തെറ്റായ പ്രവർത്തനങ്ങൾ കാരണം നഷ്ടപ്പെടുത്തിയ ഈശോയെ എനിക്ക് തിരിച്ചു തരാനായിട്ട് മാതാവ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു പ്രതിഷ്ഠ, ഞാൻ ആദ്യമായിട്ട് ഈ പ്രതിഷ്ഠ ചെയ്യുന്നത്. അപ്പം ഈ പ്രതിഷ്ഠ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഒരു എന്തായിരുന്നു വിശ്വാസമുണ്ട്. പിന്നെ ഈ 2 ദിവസം പ്രതിഷ്ഠയ്ക്കായിട്ട് ഒരുങ്ങുന്ന ഈ സമയം മെയിനായിട്ട് എനിക്ക് എന്നിൽ തന്നെ എന്റെ ക്യാരക്ടറിൽ ഒരു ചേഞ്ച് കണ്ടെന്ന് വിചാരിച്ചാൽ, മീൻസ് ഞാൻ ദേഷ്യപ്പെടുന്നത് എത്രയോ കുറഞ്ഞു. അതായത് എന്താ പറയാ, ഇങ്ങനെ കാമായിട്ട് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റി. എന്റെ എന്തായിരുന്നു ആരോടായാലും അധികം ദേഷ്യപ്പെടാതെ. അതൊരു എന്താ പറയാ വല്ലാത്ത ചേഞ്ചാണ്. അപ്പം ഇനി ഈ ഫുൾ എന്തായിരുന്നു പ്രത്യേകിച്ച് 33 ദിവസം കഴിയുമ്പോ ഞാൻ ആരായിത്തീരുന്നു, എനിക്ക് ഒരു എന്താ പറയാ എന്റെ കോൺഫിഡൻസ് അത്രത്തോളം എന്തായിരുന്നു വർദ്ധിച്ചു. എന്റെ മാതാവിലൂടെ ഈശോയിലൂടെ എത്താൻ ഞാൻ ഇങ്ങനെ എന്താ പറയാ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. നമ്മള് ഈ യെസ്. ഒരു കാര്യമേ, നമ്മളെപ്പോഴും ജപമാലയുടെ കാര്യം പറയുമ്പോഴേ ഇതിനകത്തൊരു മെയിൻ സാധനം ഇതാണ്. പിന്നെ മാതാവിനോട് ഈശോയിലേക്ക് എന്നുള്ള കാര്യമുണ്ട്. മാതാവിനോട് ഈശോയിലേക്ക് നമ്മള് മാതാവിന്റെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കലാണ്, ഈശോയുടെ മുഖത്തെ ധ്യാനിക്കുന്നതാണ് ജപമാല. നമ്മൾ മാതാവിന്റെ മടിയിലിരുന്ന് ഈശോയുടെ ജീവിതം ധ്യാനിക്കുന്നതാണ് ജപമാല. അതായത് രഹസ്യം ധ്യാനിക്കാത്ത ജപമാല എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. രഹസ്യം ധ്യാനിക്കാത്ത ജപമാല ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. നമ്മൾ ഒന്നാം രഹസ്യം പരിശുദ്ധ ഗബ്രിയേൽമാലാഖയെ ഗബ്രിയേൽമാലാഖ വന്ന് കാണുന്നത്, അത് ധ്യാനിക്കണം. അത് ധ്യാനിക്കണം. ആ സമയത്ത് ഉണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ ധ്യാനിക്കണം. അത് ധ്യാനിച്ചിട്ട് വേണം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അത് ചൊല്ലി പോകാൻ വേണ്ടി. ഇപ്പം ആ ഒരു കാര്യമേ, ഈശോയുടെ ജീവിതത്തിലെ 20 പ്രധാനപ്പെട്ട സംഭവങ്ങള്, ഈശോയുടെ ജീവിതം 20 പ്രധാനപ്പെട്ട സംഭവങ്ങൾ പരിശുദ്ധ അമ്മയോടെ കൂടെ ഇരുന്ന് ധ്യാനിക്കുന്നതാണ് ജപമാല. ആ ഒരു കാര്യം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണേ. ഒരു കാരണവശാലും ഇങ്ങനെ വിട്ടുപോകരുത്. ഈ അമ്മയിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും മാതാവിന് മടിയിലിരുന്ന് ഈശോയുടെ ജീവിതം ധ്യാനിക്കുന്നതാണ് ജപമാല എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം കേട്ടോ. ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു രഹസ്യം എടുത്ത് നമുക്ക് ഇങ്ങനെ ധ്യാനിച്ചിട്ട് അതിന്റെ ആ ഒരു വിശ്വാസം എന്നാ ഈശോയുടെ ശിരസ് മുൾമുടി ധരിപ്പിക്കുന്നു. അതിന്റെ ആ ഒരു സമയത്തുണ്ടായ കൃപകളും അഭിഷേകവും ഒക്കെ സ്വീകരിക്കുക, എന്നിട്ട് ധ്യാനിക്കുക. അങ്ങനെ ഓരോ ആ മൊമെന്റിൽ ഈശോ എന്തായിരിക്കും ചിന്തിച്ചത്, അമ്മ എന്തായിരിക്കും ചിന്തിച്ചത്, അങ്ങനെയൊക്കെ ആ രഹസ്യത്തെ ധ്യാനിച്ചിട്ട് വേണം നമ്മൾ ആ ജപമാല ചൊല്ലാൻ വേണ്ടി.